വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. സോഷ്യൽ സയൻസിലെ ജോഗ്രഫിയിൽ നമ്മൾ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ആദ്യം എന്താണ് ഈ പറയുന്ന എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചു അല്ലേ. ഒരു ചെറിയ സമയത്തേക്കുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ നമ്മൾ വെതർ എന്നും, അതൊരു ലോങ് ടൈമിലേക്കാണെങ്കിൽ ഏതാണ്ട് 35 ടു 40 വർഷം വരെയാണെങ്കിൽ നമ്മളതിൻ്റെ ക്ലൈമറ്റ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഈ പറയുന്ന എലമെൻറ്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്ന എലമെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്? നമ്മുടെ ഭൂമിയിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മുടെ ഭൂമി എന്ന് വിചാരിക്കുക. ഈ ഭൂമിയിലേക്ക് ഹീറ്റിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ആരാണെന്നാണ് നമ്മൾ പഠിച്ചത്? അത് നമ്മുടെ സൂര്യനാണെന്ന് പഠിച്ചു അല്ലേ. സൂര്യനിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. സൂര്യനിൽ എന്ത് റിയാക്ഷൻ നടന്നതിന് ഫലമായിട്ടാണ് ഈ പറയുന്ന ഹീറ്റ് ഉണ്ടാകുന്നത്? ആ ഹീറ്റ് ഭൂമിയിലേക്ക് വരുന്നു അല്ലേ. നമ്മുടെ ഭൂമിക്കൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യുന്നു? സൂര്യൻ്റെ ഹീറ്റ് വരുന്നു. എങ്ങനെയാണ് വരുന്നത്? അത് ഷോർട്ടർ വേവ് ലെങ്ത് റേഡിയേഷൻസ് ആയിട്ടാണ് വരുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. ആ ഷോർട്ടർ വേവ് ലെങ്ത് റേഡിയേഷൻസ് നമ്മളൊരു പേര് പറഞ്ഞ് വിളിച്ചിരുന്നു. എന്തായിരുന്നു ആ പേര്? അതായിരുന്നു ഇൻസൊലേഷൻ അല്ലേ. നമ്മൾ എന്തെന്ന് പറഞ്ഞു? അത് ഇൻസൊലേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഇൻസൊലേഷൻ്റെ ഫലമായിട്ട് വരുന്ന ഈ പറയുന്ന ഹീറ്റിൽ അധികമൊന്നും നമ്മുടെ അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്യില്ല. അതെല്ലാം നേരെ എങ്ങോട്ടാണ് വരുന്നത്? ലാൻഡിലേക്കാണ് വരുന്നത് എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതായിരുന്നു അല്ലേ. അങ്ങനെ ലാൻഡിലേക്ക് വരുന്നു. ഈ പറയുന്ന ലാൻഡ് എന്തായിട്ട് മാറുന്നു? ലാൻഡ് ചൂടായിട്ട് മാറുന്നു. ആ ചൂട് എന്ത് ചെയ്യാണ്? സർഫസിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? സർഫസിനോട് കോണ്ടാക്റ്റിലിരിക്കുന്ന ഭാഗമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? ചൂടാകുന്നു. ആ പ്രോസസ്സ് നമ്മൾ വിളിച്ച പേരെന്താണ്? അതായിരുന്നു കണ്ടക്ഷൻ അല്ലേ. എന്താണ്? കണ്ടക്ഷൻ എന്ന് വിളിച്ചു. അടുത്ത് ഈ പറയുന്ന കണ്ടക്ഷൻ കാരണം അറ്റ്മോസ്ഫിയർ കയറി ചൂടാവുകയും ആ ചൂടാകുന്ന എയർ എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് ഉയരുകയും ചെയ്യുന്നു അല്ലേ. കാരണം ചൂടാകുമ്പോൾ ഡെൻസിറ്റി കുറയും, അത് മുകളിലേക്ക് വരും. ആ പ്രോസസ്സിന് നമ്മൾ എന്താ വിളിച്ചത്? അതിന് നമ്മൾ കൺവെക്ഷൻ എന്ന് വിളിച്ചു അല്ലേ. നമ്മളതിനെ എന്ത് വിളിച്ചു? കൺവെക്ഷൻ എന്ന് വിളിച്ചു. ഇനി കാറ്റ് വഴി നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട് അല്ലേ. ഹൊറിസോണ്ടലി നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ, നമ്മൾ അതിനെ എന്താ വിളിച്ചത്? അഡ്വെക്ഷൻ എന്ന് വിളിച്ചു അല്ലേ. എന്ത് വിളിച്ചു? അഡ്വെക്ഷൻ. അപ്പോൾ ഇതെല്ലാത്തിനും ശേഷം ബാക്കിയുള്ള ഹീറ്റ് നമ്മുടെ ലാൻഡ് എന്ത് ചെയ്യും? തിരിച്ച് ഔട്ടർ സ്പേസിലോട്ട് റേഡിയേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ റേഡിയേഷൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? അതിനെ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിച്ചു അല്ലേ. എന്ത് വിളിച്ചു? ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹീറ്റിൻ്റെ ആ ഒരു സ്പ്രെഡിങ്, അല്ലെങ്കിൽ ഹീറ്റിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ നടക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നോക്കിക്കോടാം, നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് ഹീറ്റ് ബഡ്ജറ്റിനെ പറ്റിയാണ്. എന്താണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ചൂടിൻ്റെ അളവ് അല്ലെ, സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിൻ്റെ അളവും ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ചൂടിൻ്റെ അളവും തമ്മിൽ എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാകും. എപ്പോഴും എന്തുണ്ടാകും? ഒരു ബാലൻസ് ഉണ്ടാകും. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എന്താ പറയുന്നത്, നമുക്കിപ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഏറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എങ്കിലും ഞാൻ ഒന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഈ കിടക്കുന്ന ഫിഗർ, ഇതാണ് ഹീറ്റ് ബഡ്ജറ്റിനെ കാണിക്കുന്നത്. നമുക്ക് ഇപ്പോൾ പഠിക്കാനില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസുലേഷൻ, അല്ലെങ്കിൽ സൂര്യപ്രകാശം എന്ന് പറയുന്നത്. ഈ സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിലോട്ട് വരുമ്പോൾ ആദ്യം അത് എന്ത് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഓസോൺ പാളിയുണ്ട് അല്ലേ. ഈ ഓസോൺ പാളി തട്ടിയിട്ട് തന്നെ ഏതാണ്ട് 35% എന്ത് ചെയ്യും? ഇവിടെ നിന്ന് തട്ടി തിരിച്ചു പോകും. ബാക്കി ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയിലോട്ട് വരുന്നത്. ഏതാണ്ട് ഒരു 61 അല്ലെങ്കിൽ 65ഓളം എന്ത് ചെയ്യും? നമ്മുടെ ഭൂമിയിലോട്ട് എൻ്റർ ചെയ്യും. അതിൽ കുറച്ച് ഭാഗം മേഘങ്ങൾ അബ്സോർബ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഷോർട്ടർ വേവ് ലെങ്ത് റേഡിയേഷൻസ് ആണ് വരുന്നത്. ഷോർട്ടർ വേവ് ലെങ്തിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലോട്ട് അധികം ഹീറ്റ് ഒന്നും ട്രാൻസ്ഫർ ആകില്ല എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. എങ്കിലും കുറച്ച് ഭാഗം എന്ത് ചെയ്യും? നമ്മുടെ ക്ലൗഡ് എടുക്കും. ബാക്കി എല്ലാം എന്ത് ചെയ്യും? 51 ഭാഗത്തോളം എന്ത് ചെയ്യും? നമ്മുടെ ഭൂമിയിലേക്ക് എത്തും. ഈ 51 ഭാഗമാണ് തിരിച്ച് ടെറസ്ട്രിയൽ റേഡിയേഷനായിട്ട് മുകളിലോട്ട് പോകുന്നത്. പക്ഷേ മുകളിലോട്ട് പോകുന്ന ലോങ്ങർ വേവ് ലെങ്ത് റേഡിയേഷനാണ്. ലോങ്ങർ വേവ് ലെങ്ത് റേഡിയേഷനാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ കയറുന്ന ഹീറ്റ് ആക്കുന്നതെന്ന് പറഞ്ഞു. കണ്ടോ, അതിൻ്റെ ഒരു 34 ഭാഗത്തോളം എന്ത് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ആക്കും. ബാക്കി 17 മുകളിലോട്ട് പോവുകയും ചെയ്യും. നമ്മളപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ അറ്റ്മോസ്ഫിയറിനകത്തേക്ക് വന്നത് ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 65 എന്ന് കിട്ടും. തിരിച്ചു പോകുന്ന നമുക്ക് ഈ പറയുന്ന ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 65 എന്ന് കിട്ടും. അതായത് 65 ഭൂമിയിലോട്ട് വരും, തിരിച്ച് 65 മുകളിലോട്ട് പോകും. തിരിച്ചു പോകുന്ന 65 നോക്കിക്കഴിഞ്ഞാൽ 17 ഇവിടെ ഉണ്ട്, ബാക്കി 34 ഇവിടെ ഉണ്ട്. ഈ പറയുന്ന 14 കൂടി ഇതിനോടൊപ്പം ചേർന്നിട്ട് എന്ത് ചെയ്യും? ഭാവിയിൽ അറ്റ്മോസ്ഫിയറിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കിയേ, നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ഹീറ്റ്, ദ ഹീറ്റ് എനർജി എൻ്ററിങ് ദ എർത്ത്.
ആസ് ഇൻസുലേഷൻ. അതുപോലെ എന്ത് ചെയ്യുന്നു, റേഡിയേറ്റഡ് ബാക്ക് ചെയ്യുന്നു അല്ലേ, എവറി ഡേ എന്ത് ചെയ്യുന്നു, ഇത് വരുന്നു, അത് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇവർക്കിടയിൽ എന്തുണ്ട്, ഒരു ബാലൻസ് ഉണ്ട്. ഇവർക്കിടയിൽ എന്തുകൊണ്ട്, ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസിനെയാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ എൻറ്റയർ എനർജി റീച്ചിങ് ദ എർത്ത് ഇൻസുലേഷൻ ഈസ് റേഡിയേറ്റഡ് ബാക്ക് എവറി ഡേ അല്ലേ, വരുന്നത് അതുപോലെ തന്നെ ദിവസം എന്ത് ചെയ്യുന്നു, തിരിച്ചു പോകുന്നുണ്ട്. ദസ് ദ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ഈസ് റിമെയിൻഡ് ബാലൻസ്ഡ് വിത്തൗട്ട് ബിക്കമിങ് എക്സ്ട്രീംലി ഹോട്ട് ഓർ കോൾഡ്. ഈ പ്രോസസ്, ദ പ്രോസസ് ഓഫ് ഹീറ്റ് ബാലൻസ് ഈസ് കോൾഡ് ഹീറ്റ് ബഡ്ജറ്റ് ഓഫ് ദ എർത്ത് അല്ലേ. കാരണം ആലോചിച്ച് നോക്കി, വരുന്ന ഹീറ്റ് അത്രയും നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് പോകാതിരുന്നാൽ നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ക്രമാതീതമായി വർദ്ധിക്കും. നല്ലൊരു കാര്യമാണോ? അല്ല. അപ്പോൾ വരുന്ന ഹീറ്റ് അത്രയും തന്നെ എന്ത് ചെയ്യണം, തിരികെ പോകണം. അപ്പോൾ വരുന്ന ഹീറ്റ് അത്രയും തന്നെ നോർമൽ കണ്ടീഷനിൽ എന്ത് ചെയ്യും, തിരികെ പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഒക്കെ ഭൂമിക്ക് നല്ലതല്ല എന്ന് പറയും അല്ലേ. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ പറ്റി പറയുകയും ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ എന്താ പറ്റുന്നത്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുന്നത് കാരണം ഈ തിരിച്ചു പോകുന്ന ഹീറ്റിനെ ഇത് നേരാവണ്ണം പറഞ്ഞു വിടത്തില്ല. തിരിച്ചു പോകുന്ന ഹീറ്റിനെ പുറത്തോട്ട് വിടാതെ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ ഇത് എന്ത് ചെയ്യുന്നു, തട്ടി തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുന്നതും അത് നമ്മുടെ പോളാർ മേഖലയിലുള്ള ഐസിനെ മെൽറ്റ് ചെയ്യാൻ കാരണമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്താണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഹീറ്റ് ബഡ്ജറ്റ് എന്നുള്ള കാര്യം എന്താ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ഹീറ്റ് എങ്ങനെയാണ് വരുന്നതെന്നും ഹീറ്റ് എങ്ങനെയാണ് തിരിച്ചു പോകുന്നതെന്നും ഹീറ്റ് എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നതും വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. നോക്കിയോ, ഫസ്റ്റ് നമ്മുടെ ഭൂമിയിൽ എത്രത്തോളം ചൂടുണ്ടെന്ന് നമുക്കറിയണം അല്ലേ. നമ്മൾ പറഞ്ഞു വരുന്നതും തിരിച്ചു പോകുന്നതും നമ്മൾ എപ്പോഴും ബാലൻസ് ഉണ്ടാവും. ആ ബാലൻസ് ഉണ്ടാവുന്നത് കാരണമാണ് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മിനിമം ആയിട്ട് നിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എത്രയായി ഭൂമിയുടെ ടെമ്പറേച്ചർ നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഭൂമിയുടെ ടെമ്പറേച്ചർ നമ്മൾ രണ്ട് രീതിയിലാണ് അളക്കുന്നത്. ഒന്ന് മാക്സിമം ടെമ്പറേച്ചറും മറ്റൊന്ന് മിനിമം ടെമ്പറേച്ചറും. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നോക്കണം, മാക്സിമം ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി എപ്പോഴാണ് മാക്സിമം ചൂടാവുന്നത്. ഒരു ദിവസം സൂര്യൻ ഉദിച്ചതിന് ശേഷം കൃത്യം 2 മണിയാകുമ്പോൾ, ഉച്ച കഴിഞ്ഞ് 2 മണിയാകുമ്പോഴാണ് നമ്മുടെ ഭൂമി അതിൻ്റെ ഏറ്റവും കൂടിയ ടെമ്പറേച്ചറിൽ എത്തുന്നത്. സോ ഉച്ചയ്ക്ക് 2 മണി സമയത്ത് നമ്മൾ മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മാക്സിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? മാക്സിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. നമ്മൾ കാലാവസ്ഥ ന്യൂസിലൊക്കെ കാണുമ്പോൾ പറയൂലേ, ഇപ്പോൾ തിരുവനന്തപുരം കൂടിയ താപനില കുറഞ്ഞ താപനില എന്ന് പറയൂലേ, ആ സംഭവം തന്നെയാണ് ഈ മാക്സിമം ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ്? ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദ ഡേ ഈസ് കോൾഡ് മാക്സിമം ടെമ്പറേച്ചർ. ഇറ്റ് യൂഷ്വലി ഹാപ്പൻസ് അറൗണ്ട് 2 PM. നമുക്ക് എപ്പോഴും പെട്ടെന്ന് 12 മണിയെന്ന് തോന്നും, പക്ഷേ 12 അല്ല. 12 മണി കഴിഞ്ഞ് വീണ്ടും ഏതാണ്ട് 2 മണിക്കാണ് നമുക്ക് മാക്സിമം ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ്. നോക്കി, ദിസ് ഈസ് ബിക്കോസ് ദ എയർ ടേക്സ് ടൈം ടു വാം അപ്പ് അല്ലേ. എയറിന് കുറച്ച് വാമാവാൻ, ചൂടാവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ കറക്റ്റ് ചൂടായി മാക്സിമം ടെമ്പറേച്ചറിൽ എത്തുന്നത് എത്ര മണിക്കാണ്? 2 മണിക്ക് ആണ്. അപ്പോൾ എന്തായിരിക്കും മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറഞ്ഞ താപനില എന്ന് പറയുന്നത്? കുറഞ്ഞ താപനില എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ താപനില അല്ല, അത് എപ്പോഴായിരിക്കും? സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ്. ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദ ഡേ ആണ് നമ്മൾ മിനിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഇത് എപ്പോഴായിരിക്കും? ഇറ്റ് ഈസ് റെക്കോർഡഡ് ജസ്റ്റ് ബിഫോർ സൺറൈസ്. സൂര്യൻ ഉദിക്കുന്നതിന് കുറച്ച് മുമ്പ്. അതായത് അപ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്? നമ്മുടെ കഴിഞ്ഞ ദിവസം അല്ലെ, ഇത് കഴിഞ്ഞ ദിവസം ഒന്ന് വിചാരിക്കുക. കഴിഞ്ഞ ദിവസം കുറച്ച് ഹീറ്റ് ഭൂമിയിലോട്ട് വന്നു. ആ പറയുന്ന ഹീറ്റ് രാത്രി സമയം കൊണ്ട് റേഡിയേറ്റ് ചെയ്ത് എങ്ങോട്ട് പോയിട്ടുണ്ട്? അറ്റ്മോസ്ഫിയറിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പാകുമ്പോഴത്തേക്കും തലേ ദിവസം വന്ന ഹീറ്റും പോയ ഹീറ്റും എല്ലാം ബാലൻസ് ആയിട്ടുണ്ടാവും. സോ ജസ്റ്റ് ബിഫോർ ദ സൺറൈസ് വെൻ ദ ഹീറ്റ് ഹാസ് ലോസ്റ്റ് ദ മോസ്റ്റ് ഹീറ്റ് ത്രൂ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഡ്യൂറിങ് ദ നൈറ്റ് അല്ലേ. രാത്രി സമയം കൊണ്ട് ഈ പറയുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി വന്ന ഹീറ്റ് മൊത്തം പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണോ അതിനെയാണ് നമ്മൾ മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? മിനിമം ടെമ്പറേച്ചർ. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ കൂടിയ താപനില 2 മണിക്ക് മെഷർ ചെയ്യുന്നു. എന്തുകൊണ്ട് 2 മണിക്ക് മെഷർ ചെയ്യുന്നു? കാരണം എയറിന് ആ ഫുൾ സൂര്യപ്രകാശം കിട്ടി ഹീറ്റ് ആവാൻ ഒരല്പം സമയം വേണം, അതുകൊണ്ട്. ഇനി എന്താണ് മിനിമം ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് മിനിമം ടെമ്പറേച്ചർ. മിനിമം ടെമ്പറേച്ചർ എപ്പോഴാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപ്. കാരണം സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് ആകുമ്പോഴത്തേക്കും മുന്നത്തെ ദിവസത്തിനുള്ള ഹീറ്റ് മൊത്തം എന്ത് ചെയ്യും? ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന അളവിൽ പുറത്തോട്ട് പോയിട്ടുണ്ടാവും.
അപ്പോൾ വരുന്ന ചോദ്യമാണ് നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. നമ്മൾ മാക്സിമം മിനിമം തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും മെഷർ ചെയ്യുന്നത്. കണ്ടോ, ഇതാണെന്ത് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഈ മാക്സിമം മിനിമം തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭൂമിയുടെ കറക്റ്റ് താപനില മെഷർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടെമ്പറേച്ചർ എക്സ്പ്രസ് ചെയ്യാൻ 2 ടേംസ് കൂടെ ഉപയോഗിക്കും. വേറൊന്നുമില്ല, ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും ഡെയിലി മീൻ ടെമ്പറേച്ചറും. ഡൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്നൊരു മീനിങ് നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ഡൈയൂർണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആകെ 2 ടെമ്പറേച്ചറിനെ പറ്റി പഠിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാണ്, മാക്സിമം ടെമ്പറേച്ചറും അതുപോലെ തന്നെ എന്താണ് മിനിമം ടെമ്പറേച്ചറും. അപ്പോൾ ഡൈയൂർണൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഈ മാക്സിമവും മിനിമവും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒരു ദിവസത്തെ കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ? ഡൈ എന്ന് വെച്ചാൽ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ പഠിച്ചതിനകത്ത് 2 ടെമ്പറേച്ചർ ഉണ്ടായിരുന്നുള്ളൂ, മാക്സിമവും മിനിമവും. സോ ഈ മാക്സിമത്തിൽ നിന്ന് മിനിമം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ? ഈ മീൻ എന്ന് പറയുന്ന സാധനം നമ്മൾ മാത്സിൽ പഠിക്കുന്നുണ്ട് അല്ലേ. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആവറേജ് എന്നാണ് അല്ലേ. അപ്പോൾ എന്താ ആവറേജ് ടെമ്പറേച്ചർ? അവിടെ ആലോചിച്ച് നോക്കി, നമ്മൾ 2 ടെമ്പറേച്ചർ പഠിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാണത്, മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഫോർമുല എന്താ, സം ബൈ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇവിടെ സം എന്താണ്, മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്, 2. അപ്പോൾ എന്താണ്, മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറിൻ്റെയും സം എടുത്തിട്ട് ബൈ 2 ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. അതായത് ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, അതിനെയാണ് നമ്മൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്ന് ഹീറ്റ് ബഡ്ജറ്റിനെ പറ്റി പഠിച്ചു. എന്താ ഹീറ്റ് ബഡ്ജറ്റ്? ഒരു ദിവസം നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ചൂടും പോകുന്ന ചൂടും, അതായത് ഇൻസുലേഷൻ വഴി വരുന്ന ചൂടും ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി പോകുന്ന ചൂടും തമ്മിൽ എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവും. ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഭൂമിക്ക് എപ്പോഴും ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ സമ്മർ സീസൺ ടെമ്പറേച്ചർ കൂടുതലേ വിൻ്റർ സീസൺ കുറയൂലേ? ആ കുറയിലും കൂടുതലല്ല, ഒരു ആവറേജ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് വരുന്നതിനകത്ത് വരുന്നു, കൃത്യം പോകുന്നു. അതായത് നമുക്കിപ്പോൾ ആലോചിച്ച് നോക്കിയേ, സൂര്യൻ്റെ മൊത്തം ചൂടും ഭൂമിയിലോട്ട് വന്നാൽ നമുക്ക് ജീവജാലങ്ങൾക്കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ സൂര്യൻ വരുന്ന മൊത്തം ചൂട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ തണുത്തുറഞ്ഞ് മരിച്ചു പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ പറ്റാതെ, അധികം ചൂട് കിട്ടാതെയും അധികം തണുപ്പ് കിട്ടാതെയും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് നമുക്ക് എന്ത് വേണ്ടത്, ഹീറ്റ് ബഡ്ജറ്റ് വേണ്ടത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം അല്ലേ. ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യണം. എങ്ങനെയൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത്, നമ്മൾ 2 ടെമ്പറേച്ചേഴ്സാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഒന്ന് മാക്സിമം ടെമ്പറേച്ചറും മറ്റൊന്ന് മിനിമം ടെമ്പറേച്ചറും. 2 മണിക്ക് എടുക്കുന്നത് മാക്സിമം ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ സൂര്യ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലേ, തൊട്ട് മുമ്പ് നമ്മൾ എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ ഓക്കെയാണ്. അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹീറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന മാക്സിമം ടെമ്പറേച്ചർ മിനിമം ടെമ്പറേച്ചർ ഉപയോഗിച്ച് നമുക്ക് 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന്, ഒരു ദിവസത്തെ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം, ഡൈയൂർണൽ റേഞ്ച് എത്രയാണെന്ന്. അതുപോലെ തന്നെ ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചറായ ഡെയിലി മീൻ ടെമ്പറേച്ചർ എത്രയാണെന്ന്. ഡൈയൂർണൽ റേഞ്ച് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറിൽ നിന്നും മിനിമം ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് ഡൈയൂർണൽ റേഞ്ച്. അപ്പോൾ എന്താണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കൂട്ടി അതിനെ 2 ഡിവൈഡ് ചെയ്യുന്നു. അതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ നേരെ മറ്റൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ പറയുന്ന ടെമ്പറേച്ചറൊക്കെ കണ്ടുപിടിച്ചു. ഈ ടെമ്പറേച്ചറൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു മാപ്പിലോട്ട് എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ മാപ്പിലോട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഐസോതേംസ് എന്ന് പറയുന്നത്. ഐസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം എന്ന് വിചാരിക്കുക. ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ന് വിചാരിക്കുക. അപ്പോൾ സെയിം ടെമ്പറേച്ചർ, അപ്പോൾ ഒരു മാപ്പിൽ സെയിം ടെമ്പറേച്ചർ വരുന്ന സ്ഥലങ്ങളെ ചേർത്ത് വരയ്ക്കുന്ന ഒരു സ്മൂത്ത് ലൈനിനെ ആണ്, അല്ലെങ്കിൽ ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐസോതേംസ് എന്ന് വിളിക്കുന്നത്. കാലാവസ്ഥ പഠനത്തിനും ഒരു സ്ഥലത്തിന് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ടെമ്പറേച്ചറാണ് അവിടെ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ക്ലൈമറ്റാണ് അവിടെ ഉള്ളത് മനസ്സിലാക്കാനും നമ്മൾ മാപ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു രേഖയാണ് ഐസോതേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐസോ എന്ന് വെച്ചാൽ സെയിം, ടേംസ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ. അപ്പോൾ ഐസോതേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മാപ്പായിട്ട് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. ഈ മാപ്പ് നമ്മൾ നോക്കിയപ്പോൾ ഈ പറയുന്ന ഒരു ഞാൻ മാർക്ക് ചെയ്യുന്ന ഇത്രയും പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഈ പറയുന്ന പോയിന്റുകളെ ചേർത്ത് ഞാനൊരു ലൈൻ വരച്ചാൽ ഈ ലൈനാണ് എന്ത്, ഐസോതേം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഐസോതേം എന്ന് വെച്ച് കഴിഞ്ഞാൽ
പ്ലോട്ടിംഗ് ദ ടെമ്പറേച്ചർ റെക്കോർഡഡ് അറ്റ് സ്പെസിഫിക് പ്ലേസസ്. സ്മൂത്ത് കർവ്ഡ് ലൈൻസ് ആർ ഡ്രോൺ കണക്ടിംഗ് ദ പ്ലേസസ് ഹാവിംഗ് ഈക്വൽ ടെമ്പറേച്ചർ. ദീസ് ഇമാജിനറി ലൈൻസ് ആർ കോൾഡ് ഐസോതേംസ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ മാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെയിലി ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ പറയുന്ന ഒരേ ടെമ്പറേച്ചർ വരുന്ന സ്ഥലങ്ങളെ ചേർത്ത് വരയ്ക്കുന്ന സ്മൂത്ത് ലൈനിനെ അല്ലെങ്കിൽ സ്മൂത്ത് കർവിനെ വിളിക്കുന്ന പേരാണ് ഐസോതേംസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇക്വേറ്ററിൻ്റെ മുകളിലുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറും ഇക്വേറ്ററിൻ്റെ താഴെയുള്ളത് സദേൺ ഹെമിസ്ഫിയറുമാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള, നമ്മുടെ വേൾഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള ടെമ്പറേച്ചർ വ്യത്യാസമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കണ്ട നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇത് ഇങ്ങനെ ലൈൻ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ലൈൻ പോകുന്നു, കരയിലെത്തുമ്പോൾ അതൊന്ന് വളയും നേരെ പോകും, നേരെ പോകും. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പോകുന്നു നോർത്തേൺ ഹെമിസ്ഫിയറിൽ. സദേൺ ഹെമിസ്ഫിയർ നോക്കിയപ്പോൾ ഏതാണ്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് ഈ ലൈൻസ് കാണുന്നത്. ഓരോ ഐസോതേമും എത്ര ഡിഗ്രി ടെമ്പറേച്ചറിനെയാണ് കാണിക്കുന്നതെന്ന് പറയാനായിട്ട് ഇതാ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐസോതേംസ് എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന ഐസോതേമിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, isotherms shows a noticeable bend. Isotherms shows a noticeable bend along the land-sea confluence. What may be the reason? ഇത് ഇതുപോലെ എടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതായത് ലാൻഡും സീയും തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഐസോതേമുകൾ ബെൻഡ് ചെയ്തല്ലേ, ഇങ്ങനെ നേരെ പോയ ഐസോതേം വളഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. നോക്കണം, ഈ പറയുന്ന ലാൻഡ്, അതുപോലെ തന്നെ നമ്മുടെ സീയിൽ വാട്ടറാണ്, ലാൻഡിൽ മണ്ണാണെന്ന് നിങ്ങൾക്കറിയാം. നോക്കിയേ, ലാൻഡും സീയും ഹീറ്റാകുന്നതും കൂളാകുന്നതും ഒരേ അളവിലല്ല. നിങ്ങളത് സയൻസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? വെള്ളം എന്ന് പറയുന്നത് ചൂടാകാനും സമയമെടുക്കും, അത് തണുക്കാനും സമയമെടുക്കും. അതിനപേക്ഷിച്ച് ലാൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ചൂടാകും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. സംഭവം മനസ്സിലായോ? ലാൻഡും സീയും ഉണ്ടെങ്കിൽ സീ എന്ന് പറയുമ്പോൾ വെള്ളം, ഈ വെള്ളം പെട്ടെന്ന് ചൂടാവുകയുമില്ല, തണുക്കുകയില്ല. കാരണം വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കൂടുതലാണ്. അതായത് നല്ല രീതിയിൽ ചൂട് കിട്ടുമ്പോഴേ അതിൻ്റെ ടെമ്പറേച്ചർ പതുക്കെ കൂടി തുടങ്ങുള്ളൂ. അതുപോലെ തന്നെ കൂടി തുടങ്ങിയ ടെമ്പറേച്ചർ അത്ര പെട്ടെന്നൊന്നും എന്ത് ചെയ്യത്തില്ല, കുറയാനും പോകുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഇത് സീ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതെന്താണ്, ഇതൊരു സീയുടെ ഭാഗമാണ്. ഇതാ ഇവിടെ ആയിട്ടൊരു ലാൻഡ് ഉണ്ട്. ഇവിടെ 2 ഇടത്ത് ഒരേ അളവിലാണ് സൂര്യപ്രകാശം കിട്ടുന്നത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് രാവിലെ നമ്മൾ നോക്കി മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. കരയുടെയും ടെമ്പറേച്ചർ രാവിലെ ആയപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 2 ഇടത്തോട്ടും സൂര്യപ്രകാശം ഒരേ അളവിലാണ് വന്ന് വീഴുന്ന അടുത്തടുത്ത 2 സ്ഥലങ്ങളാണ്. എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടലുണ്ടല്ലോ, ഈ കടലിലെ ടെമ്പറേച്ചർ വളരെ പതുക്കെ എന്ത് ചെയ്യുള്ളൂ, കൂടുകയും കുറയുകയും ചെയ്യുള്ളൂ. അതായത് ഒരു ഉച്ചയായി, 2 മണിയായ സമയത്ത് കടലിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ കരയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 29 ഡിഗ്രി സെൽഷ്യസ് ആവും. കാരണം കര പെട്ടെന്ന് ചൂടാവും, കടൽ പതുക്കെ എന്ത് ചെയ്യുള്ളൂ, ചൂടാവുള്ളൂ. അപ്പോൾ എന്താ പറ്റുന്നത്, നമ്മൾ ഐസോതേം വരച്ച് പോവുകയാണ് അല്ലേ? അപ്പോൾ കടലിലെ ഈ എല്ലാ പോയിന്റിലും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്മൂത്ത് ലൈൻ വരച്ച് ഇവിടെ എത്തിയപ്പം ദേ കിടക്കുന്നു ഇവിടെ 29. അപ്പോൾ അങ്ങോട്ട് കയറി വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ലൈനെ എന്ത് ചെയ്യും, കരയുടെ സൈഡിൽ കൂടി കർവ് ചെയ്ത്, ഇവിടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാകുന്നത്, ഇതുവഴി എന്ത് ചെയ്യും, കർവ് ചെയ്ത് ഇങ്ങനെ വരച്ച് കൊണ്ടുപോകും. അതുപോലെ ഇവിടെ എത്തുമ്പോൾ മറ്റൊരു ലൈൻ ചിലപ്പോൾ ഇങ്ങനെ കർവ് ചെയ്ത് പോകും. ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന കടലും കരയും ചേരുന്ന സ്ഥലത്ത് ലൈൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കർവ് ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം. വാട്ടർ ടേക്സ് ലോങ്ങർ ടു ഹീറ്റ് and cool. So the coastal areas have more moderate temperature. This difference causes temperature variation which makes the isotherms bend or curve near the coast. അപ്പോൾ കോസ്റ്റ് എത്താറാവുമ്പോൾ ഇങ്ങനെ ബെൻഡിങ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? കടലും കരയും ഒരേ അളവിൽ ചൂടാകാത്തത് കൊണ്ടാണ്. കര പെട്ടെന്ന് ചൂടാകും, പെട്ടെന്ന് തണുക്കും, പക്ഷേ കടൽ ലേറ്റ് ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇതൊരു ചോദ്യം. ഇനി ഇതേ ഫിഗർ വെച്ചുകൊണ്ട് വേറൊരു ചോദ്യം ചോദിക്കും. അതായത് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഈ വരയ്ക്കുന്ന ലൈൻ്റെ പേരെന്തായിരുന്നു, 0 ഡിഗ്രി ഇക്വേറ്റർ. ഇക്വേറ്ററിന് മുകളിൽ വരുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ, താഴെ വരുന്നത് സദേൺ ഹെമിസ്ഫിയർ. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പയർഡ് ടു ദ നോർത്തേൺ ഹെമിസ്ഫിയർ isotherms are more or less parallel to the latitude in the southern hemisphere. Why? എന്ന് വെച്ചാൽ നോർത്തേൺ ഹെമിസ്ഫിയർ നോക്കുമ്പോൾ ഈ പറയുന്ന ഐസോതേംസ് എന്ന് പറഞ്ഞ് വളഞ്ഞു തിരിഞ്ഞ് ഒരു വൃത്തിയില്ലാത്ത ഷേപ്പിലും, സദേൺ ഹെമിസ്ഫിയർ വരുമ്പോൾ ഏറെക്കുറെ പാരലായുമാണ് കാണുന്നത്. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ അതേ റീസൺ. നിങ്ങൾ നോക്കിയടാ, നമ്മുടെ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ കരഭാഗം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? അത് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലല്ലേ?
അല്ലേ? കരഭാഗം ഏറ്റവും കൂടുതൽ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലേ? സദേൺ ഹെമിസ്ഫിയറിൽ ആകെ കുറച്ച് കരഭാഗമേ ഉള്ളൂ. ഇത് തന്നെയാണ് റീസൺ. കടലും കരയും ഒരേ അളവിലല്ല ഹീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. അത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു കഴിഞ്ഞു. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തുകൊണ്ട് ബെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കര കൂടുതൽ. കര കൂടുതൽ നോർത്തേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട് തന്നെ അവിടുത്തെ ഐസോതേർംസ് എന്ത് ചെയ്യും? നല്ല രീതിയിൽ ബെൻഡ് ചെയ്യും. സദേൺ ഹെമിസ്ഫിയറിൽ കര കുറവാണ്. കര കുറവായെന്ന് വെച്ചാൽ കടൽ കൂടുതലാണ്. അപ്പോൾ കടലെല്ലാം ഒരേ അളവിലല്ലേ ഹീറ്റ് ആവുന്നത്. സോ അവിടുത്തെ ലൈൻസ് എല്ലാം എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നോക്കിയേ. The southern hemisphere has more ocean and less land. സദേൺ ഹെമിസ്ഫിയറിൽ ഓഷൻ്റെ അളവ് കൂടുതലാണ്, കരയുടെ അളവ് കുറവാണ്. ഓഷ്യൻസ് ഹീറ്റ് അപ്പ് ആൻഡ് കൂൾ ഡൗൺ സ്ലോലി ലീഡിങ് ടു മോർ യൂണിഫോം ടെമ്പറേച്ചർ. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ചസ് ഗ്രാജുവലി വിത്ത് ലാറ്റിറ്റ്യൂഡ്. സോ ദ ഐസോതേർംസ് ആർ മോർ ഓർ ലെസ് പാരലൽ അല്ലേ? അതിൻ്റെ റീസൺ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പറയാം. എന്ത് പറ്റും? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പറയും. അപ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വളഞ്ഞു തിരിഞ്ഞു പോകുന്നത് അവിടെ കരയുടെ അളവ് കൂടുതലായതുകൊണ്ടും, സദേൺ ഹെമിസ്ഫിയറിൽ പാരലായിട്ട് പോകുന്നത് അവിടെ കടലിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടും ആണ്, അല്ലെങ്കിൽ കരയുടെ അളവ് കുറവായതുകൊണ്ട് ആണ്. ഇത്രയേ ഉള്ളൂ. ഇതാ ഇവിടെ കണ്ടോ, വ്യക്തമായിട്ട് ഈ ഫിഗർ തന്നിട്ട് ഇവിടുന്ന് ഈ ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം തന്നെയാണ്. ഇത് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? ചോദിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് കഴിയുകയാണ്. നമ്മൾ ഇനി അടുത്തൊരു സിമ്പിൾ ടോപ്പിക്ക് പഠിക്കാൻ പോവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയോ, എന്താണ് ആ സിമ്പിൾ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ടെമ്പറേച്ചർ ഓഫ് എ പ്ലേസ്. ഒരു സ്ഥലത്തെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇത് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ഓരോന്നൊരു പ്രത്യേകിച്ച് ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും കൊടുക്കാതെ പറഞ്ഞു പോയിട്ടുണ്ട്. ഞാനതിനെ എന്ത് ചെയ്യാം? ഒരു ഓർഡറിലാക്കി പറഞ്ഞുതരാം. നോക്കിയോ, അപ്പോൾ ഫസ്റ്റ് ഓക്കെ, ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ എത്രയാണ്? അതായത് ഇപ്പോൾ ഞാൻ പറയാം, ഇക്വേറ്ററിൻ്റെ അടുത്ത് ടെമ്പറേച്ചർ കൂടുതലാണ്. നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന ഇക്വേറ്ററിന് അടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മളെപ്പോലെ കറുത്ത സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണ് ഉള്ളത്. എന്നാൽ നോർത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ അമേരിക്ക എത്തുന്നു, റഷ്യ എത്തുന്നു, ഇംഗ്ലണ്ട് എത്തുന്നു, പിന്നെ അങ്ങോട്ട് പോകുന്നു, അല്ലെ സൗത്തിലോട്ട് പോകുമ്പോഴത്തേക്കും ഓസ്ട്രേലിയ എത്തുന്നു, അത് കഴിഞ്ഞിട്ട് അന്റാർട്ടിക്ക എത്തുന്നു. അവിടെയൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചറിനെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇതൊരു കാര്യം. ഇനി ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡൽഹിയും നമ്മുടെ കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുവിധം മോഡറേറ്റ് ആയ ക്ലൈമറ്റാണ് എപ്പോഴും ഉള്ളത്. പക്ഷേ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്, ചൂടാണെങ്കിൽ ഭയങ്കര ചൂട് അല്ലേ? എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിനകത്ത് തന്നെ ഇങ്ങനത്തെ വ്യത്യാസമൊക്കെ വരുന്നത്? അതായത് നമ്മുടെ ഭൂമിയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന എല്ലായിടത്തും ഒരുപോലെ അല്ല. സൂര്യപ്രകാശം കിട്ടുന്നതിനളവിലുള്ള വ്യത്യാസവും മറ്റു പല കാര്യങ്ങളും ഇതിൻ്റെ റീസണാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? ഫാക്ടേഴ്സ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന്, ലാറ്റിറ്റ്യൂഡ് എല്ലായിടത്തും ഒന്നല്ലല്ലോ. ലാറ്റിറ്റ്യൂഡിലുണ്ടാകുന്ന വ്യത്യാസം, ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ലാൻഡും സീയും ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്ന വ്യത്യാസമാണ്, അതുകൊണ്ടുണ്ടാകുന്ന വ്യത്യാസം, കടലിൽ നിന്നുള്ള ദൂരം, ഓഷ്യൻ ഉണ്ടാകുന്ന ഓഷ്യൻ കറണ്ട്, അതുപോലെ റിലീഫിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്. പേര് കേട്ട് പേടിക്കേണ്ട, ഇത്രയും നമ്മൾ ഒരുമിച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ലാറ്റിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ്, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ, ഡിസ്റ്റൻസ് ഫ്രം ദ സീ, ഓഷ്യൻ കറണ്ട്, റിലീഫ്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, നമുക്ക് ഇപ്പം തന്നെ മനസ്സിലാക്കി പഠിച്ചു പോകാം. ഫസ്റ്റ് ഫാക്ടറാണ് ലാറ്റിറ്റ്യൂഡ്. എന്താണ് ലാറ്റിറ്റ്യൂഡ്? നമ്മുടെ ഭൂമിയിൽ ഹൊറിസോണ്ടലി വരയ്ക്കുന്ന ഇമാജിനറി ലൈനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. എന്താണ്? നമ്മുടെ മാപ്പിൽ നമ്മുടെ ഭൂമി വരയ്ക്കുന്ന ഹൊറിസോണ്ടലായിട്ടുള്ള ഇമാജിനറി ലൈനുകളെ വിളിക്കുന്ന പേരാണെന്ത്? ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. സൂര്യൻ്റെയും ഭൂമിയുടെയും പൊസിഷൻ അനുസരിച്ചാണ് ലാറ്റിറ്റ്യൂഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നമ്മുടെ സൂര്യന് നേരെ വരുന്ന ഭാഗമാണ് 0 ഡിഗ്രി ഇക്വേറ്റർ എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ ഭൂമിക്ക് ഒരു ചെറിയ ചരിവും അതുപോലെ ആക്സിസ് ടിൽറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യമുണ്ട്. ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല. പറയാത്തതെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. സൂര്യന് നേരെ വരുന്നതാണ് 0 ഡിഗ്രി ഇക്വേറ്റർ. അപ്പോൾ ഈ പറയുന്ന മുകളിലോട്ട് പോകും തോറും സൂര്യപ്രകാശം വീഴുന്നത് എപ്പോഴും ഇങ്ങനെ ചരിഞ്ഞിട്ടായിരിക്കും. സൂര്യപ്രകാശം വരുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ചരിഞ്ഞിട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ സൂര്യനെങ്കിൽ സൂര്യപ്രകാശം ഏറ്റവും ആദ്യം വീഴുന്നത് ഇക്വേറ്ററിൻ്റെ ഭാഗത്താണെന്ന് വിചാരിക്കുക. ഇക്വേറ്ററൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? മുകളിലോട്ട് പോകും തോറും സൂര്യപ്രകാശം ഇങ്ങനെ ചരിഞ്ഞാണ് വീഴുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വീഴുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അല്ലേ? സൂര്യപ്രകാശം അറ്റ്മോസ്ഫിയറിൽ കൂടിയൊക്കെ ട്രാവൽ ചെയ്താൽ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടെത്തുന്നത് എവിടെയായിരിക്കും? അത് ഈ പറയുന്ന ഇക്വേറ്ററിൻ്റെ ഭാഗത്തായിരിക്കും. നോർത്തിലോട്ട് പോകും തോറും സൗത്തിലോട്ട് പോകും തോറും സൂര്യപ്രകാശം കൂടുതൽ ദൂരം അറ്റ്മോസ്ഫിയറിൽ കൂടെ സഞ്ചരിച്ചാണ് വരുന്നത്. സോ ഇവിടെ കിട്ടുന്ന ഹീറ്റിൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. സോ
ഈ പറയുന്ന ലാറ്റിറ്റ്യൂഡിൻ്റെ പൊസിഷൻ ഒരു സ്ഥലത്ത് ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യും. ഈ പറയുന്ന ഇക്വേറ്ററിൻ്റെ ഭാഗത്ത്, ഇക്വേറ്ററിൻ്റെ അടുത്തായിട്ട് കിടക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. മുകളിലോട്ട് പോകുമ്പോൾ റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും, കുറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ സൂര്യപ്രകാശം ചരിഞ്ഞിട്ടാണ് വീഴുന്നത്. ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഈ പറയുന്ന സൂര്യപ്രകാശം വീഴുന്നതിൻ്റെ അളവനുസരിച്ച് നമ്മുടെ ഭൂമിയെ 3 ടെമ്പറേച്ചർ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ടെമ്പറേച്ചർ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടോറിഡ് സോണ്, ടെമ്പറേറ്റ് സോണ്, ഫ്രിജിഡ് സോൺ. ടോറിഡ് സോണ്, ടെമ്പറേച്ചർ സോണ്, ഫ്രിജിഡ് സോണും. അപ്പോൾ ഒന്നുകൂടി നോക്കിയേ, എന്താണ് അപ്പോൾ ടെമ്പറേച്ചർ സോൺ എന്ന് വെച്ചാൽ, ദ ഇൻസിഡൻസ് ഓഫ് ദ സൺസ് റേസ് ആർ മോർ ഇൻക്ലൈൻഡ് എവേ ഫ്രം ദ ഇക്വേറ്റർ. അല്ലേ, ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് ബാക്കി ഭാഗത്തോട്ട് വരുമ്പോൾ സൂര്യപ്രകാശം ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ചരിഞ്ഞാണ് പതിക്കുന്നത് ടുവേർഡ്സ് ദ പോൾ. അപ്പോൾ എന്ത് പറ്റും? ദസ് ദ ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് ടുവേർഡ്സ് ബോത്ത് ദ പോൾസ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഭൂമിയെ പല പല ടെമ്പറേച്ചർ സോണുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ടെമ്പറേച്ചർ സോൺസ് എന്ന് നമുക്ക് നോക്കാം. ദാ കണ്ടു, ദാ കിടക്കുന്നു, കണ്ടോ, ഏതൊക്കെയാണത്? ടോറിഡ് സോണ്. അപ്പോൾ അത് ടോറിഡ് സോൺ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇക്വേറ്ററിനും നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ വരുന്നതാണ് എന്ത്? ടോറിഡ് സോണ്. അടുത്ത് ടെമ്പറേറ്റ് സോണ് എവിടെയായിരിക്കും? ഈ ആർട്ടിക് സർക്കിളിനും അന്റാർട്ടിക് സർക്കിളിനും ഇടയിൽ വരുന്നതാണ് ടെമ്പറേറ്റ് സോണ്. അടുത്ത് എന്താണ് ഫ്രിജിഡ് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് പോളിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ തണുപ്പ്. അപ്പോൾ നോർത്താണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത്. നിങ്ങൾ മിനിമം ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഈ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് ഓർത്തെടുത്താൽ മതി. ഇനി അത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മുടെ ഭൂമി ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, ആ ഭൂമിയിൽ ഈ നടുക്കായിട്ട് ഭൂമി 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ ലൈൻ്റെ പേരാണ് 0 ഡിഗ്രി ഇക്വേറ്റർ. ഇനി ഇവിടെ മുകളിലായിട്ട് 23½ ഡിഗ്രി വരുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കുന്നത്. 23½ ഡിഗ്രി സൗത്ത് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇതാണ് ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് വിളിക്കുന്നത്. ഈ 66 ഡിഗ്രി നോർത്ത് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർട്ടിക് സർക്കിൾ എന്ന് വിളിക്കുന്നത്. ആർട്ടിക് സർക്കിൾ. 90 ഡിഗ്രി വരുന്ന ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? നോർത്ത് പോൾ എന്ന് വിളിക്കും. അടുത്ത 66 ഡിഗ്രി സൗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? അന്റാർട്ടിക് സർക്കിൾ എന്ന് വിളിക്കും. അന്റാർട്ടിക് സർക്കിൾ എന്ന് വിളിക്കും. ഈ 90 ഡിഗ്രി സൗത്തിനെ നമ്മൾ സൗത്ത് പോൾ എന്ന് വിളിക്കും. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വേറ്ററിൻ്റെ ഇരുവശങ്ങളിലും വരുന്ന ഭാഗം ലോജിക്കലി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലാണ്. ഈ ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോറിഡ് സോൺ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഭാഗം, അല്ലെ, സൂര്യപ്രകാശം കുറച്ച് ചരിഞ്ഞു വീഴുന്ന ഈ പറയുന്ന ഭാഗം ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമ്മളതിനെ എന്ത് വിളിക്കും? ടെമ്പറേറ്റ് സോൺ എന്ന് വിളിക്കും. ടെമ്പറേറ്റ് സോൺ എന്ന് വിളിക്കും. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഭാഗം, തണുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രിജിഡ് സോൺ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ടെമ്പറേച്ചർ സോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യപ്രകാശം വീഴുന്നതിൻ്റെ അളവനുസരിച്ച് നമ്മൾ ഭൂമിയെ 3 സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടോറിഡ് സോണ്, ടെമ്പറേറ്റ് സോണ്, ഫ്രിജിഡ് സോൺ. ടെമ്പറേറ്റിനെ നോർത്ത് ടെമ്പറേറ്റ് എന്നും സൗത്ത് ടെമ്പറേറ്റ് എന്നും, ഫ്രിജിഡിനെ നോർത്ത് ഫ്രിജിഡ് എന്നും സൗത്ത് ഫ്രിജിഡ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോർത്തിലും സൗത്തിലും. ഓക്കെ അല്ലേ? അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഓൾട്ടിറ്റ്യൂഡിൻ്റെ കാര്യം, അല്ലെ, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, ഉയരം കൂടുന്തോറും നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറയുന്നു. അത് നമുക്ക് ലോജിക്കലി ആലോചിക്കാം, അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഹിൽ സ്റ്റേഷനുകളിൽ ടൂർ പോകുന്നത്, അല്ലേ? ചൂട് സമയത്തും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ പറയുന്ന മലമുകളിൽ മൂന്നാറും നമ്മുടെ കൊടൈക്കനാലും ഊട്ടിയും നമ്മുടെ തിരുവനന്തപുരത്ത് പൊന്മുടിയും ഈശപ്പുലിമലയിലും ഒക്കെ പോകുന്നത് എന്തിനാണ്? അവിടെ നല്ല തണുപ്പായതുകൊണ്ടല്ലേ. അപ്പോൾ തണുപ്പെന്ന് വെച്ചാൽ അത് മലയുടെ മുകളിലല്ലേ. അപ്പോൾ മലയുടെ മുകളിലോട്ട് പോകുന്തോറും, ഉയരം കൂടുന്തോറും നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ കുറയുന്നു. അങ്ങനെ കുറയുന്നു, അത്രയും ഓക്കെയാണല്ലോ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ ഒരു സ്ഥലം, ഇപ്പോൾ നമുക്ക് ഒരു മാപ്പിൽ ഇവിടെ ഒരു സ്ഥലം തന്നു എ, ഇവിടെ ഒരു സ്ഥലം തന്നു ബി എന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ രണ്ടിടത്ത് വെച്ച് നോക്കിയാൽ എവിടെയാണടാ ടെമ്പറേച്ചർ കൂടുതലെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ, മലമുകളിൽ എപ്പോഴും ടെമ്പറേച്ചർ കുറവാണ്, അപ്പോൾ ഇവിടെ ആയിരിക്കും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടുതൽ, ഇവിടെ ആയിരിക്കും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവ്. പറയാൻ പറ്റൂലേ? ഉറപ്പായിട്ട് പറയാനായിട്ട് പറ്റും. ഇനി ഉയരം കൂടുന്തോറും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, 0, 1, 2, 3, 4, 5, 6 അനുസരിച്ച് ടെമ്പറേച്ചർ കണ്ടോ ഇങ്ങനെ കുറഞ്ഞു പോകുന്നത്. ഈ കുറയുന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ നോർമൽ
ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നത്. നോക്കിയേ, ദ ഫിനോമിനൻ ഓഫ് ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ അറ്റ് ദ റേറ്റ് ഓഫ് 6.4 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോഗ്രാം. കിലോഗ്രാം അല്ലെ കിലോമീറ്റർ അല്ലേ, ഓരോ കിലോമീറ്റർ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ 6.4 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറഞ്ഞു പോകുന്നു. ഈ കുറഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് കണ്ടോ, 0, 1, 2, 3, 4, 5, 6 വെച്ച് 30, 23.6 ആകുന്നു, 17.2 ആകുന്നു, 10.8 ആകുന്നു, 4.4 ആകുന്നു, -2.0 ആകുന്നു. ഇങ്ങനെ കുറഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, ലാറ്റിറ്റ്യൂഡിനനുസരിച്ചും ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ചും ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? മാറുന്നു. അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ നമ്മുടെ വേൾഡിൻ്റെ ഒരു മാപ്പ് തന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മാപ്പ് വേണ്ട, നമ്മുടെ ഭൂമിയുടെ ഒരു ഫിഗർ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇത് എ എന്ന് പറയുന്ന പോയിന്റ് ഇക്വേറ്ററിൻ്റെ അടുത്ത്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ് 66 ഡിഗ്രി നോർത്തിൽ, ഇവിടെ എവിടെയാണ് ടെമ്പറേച്ചർ കുറവ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇവിടെ ആയിരിക്കും ടെമ്പറേച്ചർ കുറവ്, ഇവിടെ ആയിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ. അതുപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു മല തന്നിട്ട് അല്ലെങ്കിൽ ചോദിക്കുകയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ തന്നിട്ട് എവിടെയാണ് ഹൈ എവിടെയാണ് ലോ എന്ന് മാർക്ക് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഇവിടെ ആയിരിക്കും ലോ ടെമ്പറേച്ചർ, ഇവിടെ ആയിരിക്കും ഹൈ ടെമ്പറേച്ചർ, പറയാൻ പറ്റൂലേ. അപ്പോൾ ഇതാണ് എന്താന്ന് പറയുന്നത്, നമ്മുടെ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. ലാൻഡും സീയും ഹീറ്റ് ആവുന്നതും കൂളാവുന്നതും രണ്ട് അളവിലാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ലാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെട്ടെന്ന് ചൂടാവുകയും തണുക്കുകയും ചെയ്യും. പക്ഷേ കടൽ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ചൂടാവുകയും തണുക്കുകയും ചെയ്യത്തില്ല. ഓക്കെ, സോ ദ ലാൻഡ് ഏരിയാസ് എക്സ്പീരിയൻസ് ഹൈ സമ്മർ ടെമ്പറേച്ചർ ആൻഡ് ലോവർ വിൻ്റർ ടെമ്പറേച്ചർ വെൻ കമ്പയർഡ് ടു സീ. അതായത് നമുക്ക് ഈ പറയുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലാൻഡ് ഏരിയയിലാണെങ്കിൽ സമ്മർ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, വിൻ്റർ ടെമ്പറേച്ചർ ലോ ആയിരിക്കും. സമ്മർ ടെമ്പറേച്ചർ ഹൈ, വിൻ്റർ ടെമ്പറേച്ചർ ലോ എന്ന് വെച്ചാൽ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം കൂടുതലായിട്ട് നമ്മൾ അറിയുന്നത് ലാൻഡിലാണ് എന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. അതായത് ചൂടാണെങ്കിൽ നല്ല ചൂട്, തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ലാൻഡിലായിരിക്കും. കാരണം ലാൻഡിലേക്ക് വരുന്ന ചൂട് പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ സമ്മർ ആകുമ്പോൾ ടെമ്പറേച്ചർ നല്ല രീതിയിൽ കൂടും. ഇനി ഈ പറയുന്ന വിൻ്റർ ആണെങ്കിൽ സൂര്യപ്രകാശം കുറച്ചേ വരുള്ളൂ, അപ്പോൾ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയുകയും ചെയ്യും. സോ സമ്മർ ടൈമിൽ മാക്സിമം ടെമ്പറേച്ചറും വിൻ്റർ ടൈമിൽ മിനിമം ടെമ്പറേച്ചറും ആയിരിക്കും ലാൻഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ദാൻ സീ. ഇനി മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സീ ആണ്. അതൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നോക്കടാ, നമ്മൾ ഈ പറയുന്ന ലാൻഡ് എന്ന് നമ്മളിപ്പോൾ പറയുന്നത് രണ്ട് സ്ഥലം, എ എന്ന് പറയുന്ന സ്ഥലം, ബി എന്ന് പറയുന്ന സ്ഥലം. ഇത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, എ എന്ന് പറയുന്ന സ്ഥലം കടലിനടുത്താണ് ഇരിക്കുന്നത്, ബി എന്ന് പറയുന്ന സ്ഥലം കരയാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ഇവിടെ രണ്ടിടത്ത് നോക്കിയാൽ എവിടെയായിരിക്കും മോഡറേറ്റ് ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയും എ എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സീ ബ്രീസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സീ ബ്രീസ്. അതുപോലെ ലാൻഡ് ബ്രീസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കടൽക്കാറ്റും കരക്കാറ്റും എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഡേ ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇതാണ് കടൽ എന്ന് വിചാരിക്കുക, ഇതാണ് കര എന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം വരുമ്പോൾ ഡേ ടൈമിൽ ലാൻഡ് പെട്ടെന്ന് ചൂടാവുമ്പോൾ ലാൻഡിനകത്തുള്ള എയർ എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകും. അങ്ങനെ ഇവിടെ ലോ പ്രഷറായിട്ട് മാറും. കടലപ്പോൾ എന്തായിരിക്കും? ഹൈ പ്രഷറിലായിരിക്കും. കാറ്റ് എപ്പോഴും പോകുന്നത് ഹൈ പ്രഷറായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് ലോ പ്രഷറിലോട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ നല്ല കാറ്റ് കടലിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ കാറ്റ് കടലിൽ നിന്ന് എപ്പോഴും ഡേ ടൈമിൽ കിട്ടുന്നത് കൊണ്ട് ഈ എ എന്ന് പറയുന്ന കടലിനടുത്തിരിക്കുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ എപ്പോഴും മോഡറേറ്റ് ആയിരിക്കും. ഇവിടെ ബി ആണെങ്കിൽ ചുറ്റും ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കടൽക്കാറ്റും കരക്കാറ്റും ഒന്നും അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുക ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത്യാവശ്യം എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. അപ്പോൾ നോക്കിയോ, അപ്പോൾ എന്താ അവിടെ പറയുന്നത്? നോക്കി, ദ വിൻഡ് ബ്ലോ ഫ്രം ദ ലാൻഡ് ടു സീ ആൻഡ് വൈസ് വേഴ്സ ഹെൽപ്പ് ടു മോഡറേറ്റ് ദ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് അലോങ് ദ കോസ്റ്റ്. അല്ലേ, ഇവിടെ നേരെ തിരിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതായത് കടലിൽ നിന്ന് കാറ്റ് കരയിലോട്ട് പോകും രാത്രി, കടലിൽ നിന്ന് കാറ്റ് കരയിലോട്ട് പോകും രാവിലെ, കരയിൽ നിന്ന് തിരിച്ച് കടലിലോട്ട് വരും രാത്രി. അതാണ് നമ്മൾ രാത്രി ബീച്ചിൽ പോകുമ്പോൾ അത്ര കാറ്റ് കാണത്തില്ല, പക്ഷേ വൈകിട്ട് രാവിലെയൊക്കെ പോകുമ്പോൾ നല്ല കാറ്റായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് കാരണം ചൂടായാലും തണുപ്പായാലും നമ്മൾ ഈ പറയുന്ന കടൽ തീരങ്ങളിൽ കുറവായിരിക്കും. സോ എന്ത് പറ്റും? എവേ ഫ്രം ദ സീ ദ മാരിടൈം ഇൻഫ്ലുവൻസ് ഗ്രാജുവലി ഡിക്രീസസ് എന്ന് വെച്ചാൽ കടലിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവത്തില്ല എന്നർത്ഥം. അപ്പോൾ ഇതാണെന്തെന്ന് പറയുന്നത് കടലിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഞാൻ എൽ എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ, ഇവിടെ എച്ച് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ. എച്ച് ഹൈ ടെമ്പറേച്ചറാണ് ഇവിടെ എന്ന് കാണിക്കാനും എൽ ഇവിടെ ലോ ടെമ്പറേച്ചറാണെന്ന് കാണിക്കാനുമാണ്. ഇതാണെന്ത്?
ഇതിൻ്റെ കാരണം. ഇവിടെ നിന്നൊരു ചോദ്യം വരും, നോക്കിയേ, ദ ഡൈയൂറിനൽ റേഞ്ച്. എന്താ ഡൈയൂറിനൽ റേഞ്ച് എന്ന് വെച്ചാൽ പറയടാ, ഡൈയൂറിനൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ആണ് എന്ത് ഡൈയൂറിനൽ റേഞ്ച്. ഈ ഡൈയൂറിനൽ റേഞ്ച് എന്ന് പറയുന്നത് കേരളം പോലെയുള്ള സ്ഥലത്ത് എപ്പോഴും കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന കേരളം എവിടെയാണ്? നമ്മുടെ അറബിക്കടലിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ കടലിൽ നിന്ന് കാറ്റ് രാവിലെ വരുന്നത് കൊണ്ട് മാക്സിമം ടെമ്പറേച്ചർ ഒരുപാട് അങ്ങ് കൂടൂല. അതുപോലെ രാത്രി ഇങ്ങോട്ട് കാറ്റ് വരുന്ന കാരണം മിനിമം ടെമ്പറേച്ചർ ഒരുപാട് അങ്ങ് കുറയത്തുമില്ല. അപ്പോൾ ഈ മാക്സിമം മിനിമം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് ഇപ്പോൾ രാവിലത്തെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25ഉം മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 23ഉം ആയിരിക്കും. അപ്പോൾ 2 ഡിഗ്രിയുടെ വ്യത്യാസമേ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിൽ ഉണ്ടാവുള്ളൂ. കേരളം പോലുള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ്? നമ്മൾ കടലിനടുത്തായതുകൊണ്ടാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം വരാം. നമ്മൾ കടലിനടുത്തായതുകൊണ്ടാണ് എന്ത് ഈ പറയുന്ന ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടാകാത്തത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 2 പോയിന്റും കൂടെ പറഞ്ഞു നിർത്താം. വേറൊന്നുമില്ല, 2 പോയിന്റ്. ഓഷ്യൻ കറണ്ട്, കടലിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ടെമ്പറേച്ചർ. ഇന്ന് രാവിലത്തെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, എൽനിനോ കാറ്റ് ശക്തമാവാത്തത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മൺസൂൺ കിട്ടുമെന്ന്. അപ്പോൾ ഈ എൽനിനോ എന്നൊക്കെ പറയുന്ന സാധനം ഓഷ്യൻ കറണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സമുദ്രം നിങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളെ കടലുണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ വേൾഡ് മാപ്പ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ വേൾഡ് മാപ്പിൽ ഇവിടെ എന്തുണ്ട്? അറ്റ്ലാന്റിക് ഓഷനുണ്ട്, ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഓഷനുണ്ട്, ഇവിടെ പസഫിക് ഓഷനുണ്ട്, അല്ലേ? ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയൻ അമേരിക്കൻ കോണ്ടിനെൻ്റ് ഉണ്ട്, ഇവിടെ ആയിട്ട് പസഫിക് ഓഷനുണ്ട്, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കടലുകളൊക്കെ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ അറ്റ്ലാന്റിക്കിൽ ഇവിടെ അന്റാർട്ടിക് ഓഷനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന കടലുകളെല്ലാം തമ്മിൽ ചെറിയ രീതിയിൽ എന്തുണ്ട്? ചെറിയ രീതിയിൽ കണക്ഷനുണ്ട്. അപ്പോൾ ഈ കടലിലെ വെള്ളം പരസ്പരം ഒരു ഹീറ്റ് കൂടിയ സ്ഥലത്ത് നിന്ന് ഹീറ്റ് കുറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഒഴുകും. അപ്പോൾ കടലിലെ വെള്ളം എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നദിയിൽ വെള്ളം ഒഴുകുന്ന പോലെ കടലിൽ വെള്ളം ഒഴുകുന്നു, അല്ലേ? കടലെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പെട്ടെന്ന് വെള്ളം ഒഴുകുന്നതായിട്ടൊന്നും തോന്നത്തില്ല, തിരമാല മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ സത്യത്തിൽ ഈ പറയുന്ന ടെമ്പറേച്ചറിലുണ്ടാകുന്ന വ്യത്യാസം കാരണവും ഡെൻസിറ്റി ഉണ്ടാകുന്ന വ്യത്യാസം കാരണവും ഒക്കെ കടലിലെ വെള്ളം പരസ്പരം ഒരു കടലിൽ നിന്ന് മറ്റൊരു കടലിലോട്ടോ അല്ലെങ്കിൽ വിത്തിനെ കടൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും? ഒഴുകും. ഈ ഒഴുകുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓഷ്യൻ കറണ്ട് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഓഷ്യൻ കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓഷ്യൻ കറണ്ട് 2 എണ്ണം ഉണ്ട്. ചൂടുള്ളൊരു സ്ഥലത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ എന്ത് വിളിക്കും? ചൂട്, വാം കറണ്ട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? വാം കറണ്ട് എന്ന് വിളിക്കും. തണുത്ത ഒരു സ്ഥലത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ എന്ത് വിളിക്കും? നമ്മളതിനെ കോൾഡ് കറണ്ട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കോൾഡ് കറണ്ട്. അപ്പോൾ 2 ടൈപ്പ് കറണ്ട് ഉണ്ട്, വാം കറണ്ട്, കോൾഡ് കറണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നോക്കിയോ, എന്താണ് ഓഷ്യൻ കറണ്ട്? The steady flow of seawater in a certain direction, like a river in the ocean, is called ocean current. അത് 2 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? വാം കറണ്ടും ഉണ്ട്, കോൾഡ് കറണ്ടും ഉണ്ട്. ഒരു തീരപ്രദേശത്തിന് ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യും. എന്തനുസരിച്ച്? അവിടെ വരുന്നത് വാം കറണ്ടാണോ കോൾഡ് കറണ്ടാണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി. അതായത് ഒരു സ്ഥലത്ത് വരുന്ന കോൾഡ് കറണ്ട് ആണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ കുറയുകയും ഒരു സ്ഥലത്തേക്ക് വരുന്നത് വാം കറണ്ട് ആണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയോ. ദ വാം കറണ്ട് കോൾഡ് നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട് ഗീവ്സ് റിലീഫ് ഫോർ ദ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ യൂറോപ്പ് ഇതാ കിടക്കുന്നു. അപ്പോൾ യൂറോപ്പിൻ്റെ വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലോട്ട് വരുന്ന ഒരു കോൾഡ് കറണ്ടാണ് ഈ കാണുന്ന എന്ത്? നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട്. ഈ കറുത്ത നിറത്തിൽ കാണുന്നത് ഈ നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട് ഈ യൂറോപ്പിൻ്റെ ഭാഗത്തോട്ട് വരുന്നത് കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, വാം കറണ്ടാണ്, മാറിപ്പോയി അല്ലേ? ഇവിടുത്തെ എന്താണ്? വാം കറണ്ട് വരുന്നത് കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ സിവിയർ തണുപ്പിൽ നിൽക്കുന്ന യൂറോപ്പിൻ്റെ വെസ്റ്റേൺ ഭാഗത്തുള്ള രാജ്യങ്ങൾക്ക് ഈ ചൂടുവെള്ളം, നമുക്ക് നല്ല തണുത്തിരിക്കുമ്പോൾ നമുക്കൊരു ചൂടുവെള്ളം കിട്ടിയാൽ നല്ലതല്ലേ? അതുപോലെ നല്ല തണുത്തിരിക്കുന്ന സമയത്ത്, അല്ലേ, ഇത് യൂറോപ്പാണ്, അപ്പോൾ മുകളിലോട്ടാണ്, അപ്പോൾ എന്താണ്? ടെമ്പറേച്ചർ ജനറലി കുറവാണ്. അപ്പോൾ ഈ പറഞ്ഞ തണുത്ത സ്ഥലത്തേക്ക് ചൂട് കറണ്ട് വന്നാൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? അത് കൂട്ടും. ഇനി നോക്കിയേ, പ്ലേസസ് സിറ്റുവേറ്റഡ് അലോങ് ദ നോർത്ത് ഈസ്റ്റേൺ കാനഡ. ഇതാണ് കാനഡയുടെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. വിച്ച് ആർ ഓൾസോ ഇൻ ദ സെയിം ലാറ്റിറ്റ്യൂഡ്, അല്ല, ഏതാണ്ട് യൂറോപ്പിൻ്റെ അതേ ലാറ്റിറ്റ്യൂഡിലാണെങ്കിലും എന്ത് പറ്റും? എക്സ്പീരിയൻസ് സിവിയർ കോൾഡ് ഫോർ ദ മന്ത് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ലാബ്രഡോർ കോൾഡ് കറണ്ട്. അപ്പോൾ പേടിക്കേണ്ട, സിമ്പിൾ കാര്യമാണ്. ഒന്ന് നോക്കിയോ, ഒരേ ലാറ്റിറ്റ്യൂഡിലിരിക്കുന്ന 2 സ്ഥലങ്ങൾ, യൂറോപ്പും കാനഡയും. നോക്കിയോ, രണ്ടിടത്തും അപ്പോൾ ഒരേ ചൂടും ഒരേ തണുപ്പുമാണ് വരേണ്ടത്. പക്ഷേ യൂറോപ്പിൽ കടലിനടുത്ത് അല്ലെങ്കിൽ തീരപ്രദേശത്തിൽ നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട് എന്ന വാം കറണ്ട് വരുന്നത് കാരണം ഇവിടുത്തെ തണുപ്പ് കുറയുകയും ആൾക്കാർക്ക് അതൊരു ആശ്വാസമാവുകയും ചെയ്യും.
ഇനി അതേ ലാറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന കാനഡ തീരത്ത് വരുന്നത് ലാബ്രഡോർ എന്ന കറണ്ടാണ്. അതായത് ഈ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ജലപ്രവാഹം കറണ്ടാണ്. പക്ഷേ ഈ കറണ്ട് എന്താണ്? ഇതൊരു കോൾഡ് കറണ്ടാണ്. ഇത് തണുത്ത വെള്ളമാണ് വരുന്നത്. അപ്പോൾ ഈ തണുത്ത വെള്ളം തണുത്ത സ്ഥലത്ത് വരുമ്പോൾ അത് കാനഡക്കാർക്ക് ആശ്വാസമായിരിക്കുമല്ല, അവിടുത്തെ ടെമ്പറേച്ചറിനെ അത് കുറയ്ക്കും. ഇതാണ് ഓഷ്യൻ കറണ്ടിൻ്റെ ഇൻഫ്ലുവൻസ്. നമ്മളായിട്ട് ഇത്രമാത്രം മനസ്സിലാക്കുക. ഒരു സ്ഥലത്തോട്ട് വാം കറണ്ട് വന്നാൽ അത് അവിടുത്തെ ടെമ്പറേച്ചറിനെ കൂട്ടും. ഒരു സ്ഥലത്തോട്ട് കോൾഡ് കറണ്ട് വന്നാൽ അത് അവിടുത്തെ ടെമ്പറേച്ചറിനെ കുറയ്ക്കും. ഇത്രയേ ഉള്ളൂ കറണ്ട്. ലാസ്റ്റ് ടോപ്പിക്ക്, ബോറടിച്ചു തുടങ്ങി കാണാൻ എനിക്കറിയാം. ലാസ്റ്റ് ടോപ്പിക്ക് റിലീഫ്. സൂര്യപ്രകാശം ഒരിടത്ത് വന്ന് വീണാലേ അവിടെ ടെമ്പറേച്ചർ കൂടുകയുള്ളൂ. പക്ഷേ ഇതുപോലത്തെ മൗണ്ടനൊക്കെ കാരണം ഈ പറയുന്ന സൂര്യപ്രകാശം വീഴുന്നതിനെ തടഞ്ഞു നിർത്തുകയാണെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന റെയിൻ ഷാഡോ റീജിയൻ പോലെയുള്ള സൺലൈറ്റിനെ ഷാഡോ ചെയ്യുന്ന റീജിയനുകളിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇത് പടം കാണുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ റിലീഫ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് മൗണ്ടൻസ്, ഈ പറയുന്ന കയറ്റമാണോ ഇറക്കമാണോ ഇത് തന്നെയാണ് നമ്മൾ പൊതുവേ റിലീഫ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിലീഫ് എന്താണ്? നോക്കി, ദ അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ് ഡിഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിലീഫ്. അല്ലേ, റിലീഫിലുണ്ടാകുന്ന വ്യത്യാസം കാരണം ഒരു സ്ഥലത്ത് കിട്ടുന്ന സൺലൈറ്റിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതായത് ഇപ്പോൾ ഈ സ്ഥലത്ത് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടും, എന്നാൽ അതിൻ്റെ അതേ പോയിൻ്റാണ് ഇവിടെ. പക്ഷേ ഇവിടെ എന്ത് പറ്റും? സൂര്യപ്രകാശം ഈ മല തടഞ്ഞു നിർത്തുന്ന കാരണം ഇവിടെ അധികം കിട്ടത്തില്ല. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവും ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടുതലുമായിരിക്കും. ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് പറ്റും? Due to this difference, the mountain slope facing the sun experience high temperature and opposite slope experience low temperature. അല്ലേ, സൂര്യൻ ഇവിടെയാണ് നിൽക്കുന്നത്. സൂര്യനെ ഫേസ് ചെയ്യുന്ന മലഞ്ചെരുവിൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ കൂടുതലും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഒന്നുകൂടി നോക്കിയേ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡ്. അല്ലേ, ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് സൂര്യപ്രകാശം നന്നായിട്ട് വീഴും, സോ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുതൽ. ബാക്കിയുള്ള സ്ഥലത്ത് സൂര്യപ്രകാശം ചരിഞ്ഞ് വീഴും, സോ ടെമ്പറേച്ചർ കുറവ്. ഇനി ഉയരം. അല്ലേ, ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറയും. ഉയർന്ന ഭാഗത്ത് ടെമ്പറേച്ചർ കുറവും, ഈ പറഞ്ഞ താഴ്ന്ന ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുതലും ആയിരിക്കും. കാരണം എയർ എക്സ്പാൻഡ് ചെയ്ത് മുകളിൽ പോയി തണുക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അത് നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിച്ചു. ഇനി അടുത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ഈ പറയുന്ന കടലും കരയും തമ്മിലുള്ള വ്യത്യാസം. അല്ലേ, കടലും കരയും ഉണ്ടെങ്കിൽ കടലിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കരയെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ കരയെന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ നന്നായിട്ട് കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ നന്നായിട്ട് കുറയും. അതായത് ചൂടാണെങ്കിൽ സമ്മർ മാക്സിമം ചൂട്, കോൾഡ് ആണെങ്കിൽ വിൻ്ററിൽ മാക്സിമം തണുപ്പ്. ഇനി ഒരു സ്ഥലം സിറ്റുവേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കടലിൻ്റെ അടുത്താണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഡൈയൂർണൽ റേഞ്ച് കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. എന്നാൽ കരയാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലത്ത് മോഡറേറ്റ് കാലാവസ്ഥ ഉണ്ടാവത്തില്ല. കാരണം കടലിൽ നിന്ന് സീ ബ്രീസും തിരിച്ച് കരയിൽ നിന്ന് ലാൻഡ് ബ്രീസും ഉണ്ടാകുന്ന കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ എപ്പോഴും മോഡറേറ്റ് ആയിരിക്കും. അടുത്ത് നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ ഓഷ്യൻ കറണ്ടാണ് പഠിച്ചത്. അതിൽ ഓഷ്യൻ കറണ്ട് ഒരു സ്ഥലത്ത് വരുന്നത് വാം കറണ്ട് ആണെങ്കിൽ അത് അവിടുത്തെ ടെമ്പറേച്ചറിനെ കൂട്ടും, ഒരു സ്ഥലത്തേക്ക് വരുന്നത് കോൾഡ് കറണ്ട് ആണെങ്കിൽ അത് അവിടുത്തെ ടെമ്പറേച്ചറിനെ കുറയ്ക്കും. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഓൾട്ടിറ്റ്യൂഡാണ്. അല്ലേ, ഉയരം. ഓൾട്ടിറ്റ്യൂഡ് അല്ല, റിലീഫാണ് നമ്മൾ പഠിച്ചത്. അല്ലേ, അപ്പോൾ റിലീഫ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തുള്ള മൗണ്ടൻസിനെയൊക്കെയാണ് നമ്മൾ റിലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തൊരു മൗണ്ടൻ ഉണ്ട്. അപ്പോൾ ഈ മൗണ്ടൻ സൂര്യന് ഫേസ് ചെയ്യുന്നതാണെങ്കിൽ ഈ മൗണ്ടൻ ഇരിക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, മൗണ്ടൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടെമ്പറേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും. തെറ്റല്ലേ? ഇത്രയും കാര്യം നമ്മൾ ഇന്ന് പഠിച്ചുള്ളൂ. അതുപോലെ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന നമ്മുടെ ക്ലൈമറ്റിക് കൺട്രോൾ തിയറിയാണ്. ഇനി വരുന്നത് എന്താണ്? പ്രഷറിനെ പറ്റിയാണ്. നമുക്ക് പ്രഷറിനെ പറ്റി എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്ക്